ഇന്നലെ ഞാൻ ചാർജ് ചെയ്ത് കൊടുത്ത വിളിക്കാണ്ടിരിക്കാൻ വഴിയില്ലടാ. വരും വരണമല്ലോ. എന്താണ് ഇവിടെ? ഒന്നുമില്ല. ഇന്നാലേ മിസ് കോൾ അടിച്ചപ്പോ ഒരു ആന്റി വിളിച്ചായിരുന്നു. ഇന്നാരെയും വിളിക്കുമെന്ന് നോക്കായിരുന്നു. ഒരൊറ്റ വെച്ചേരും ഞാൻ. തോന്നിവാസം കാണിക്കുന്ന ഒരു അതിരി വേണം. പിന്നെ നാളെയാണ് മ്യൂസിക് കോമ്പറ്റീഷൻ. എവിടെയെങ്കിലും പോയി 3 ജഡ്ജസിനെ തപ്പിക്കൊണ്ട് വന്നോണം. ഗാനഭൂഷണം ഗോമതിയമ്മളിനെ തപ്പട്ടെ. കഴിഞ്ഞ വർഷം ഭരതനാട്യം ജഡ്ജ്മെന്റിന് വന്ന സുനന്ദയെ നീ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയതിന് ഞാൻ അനുഭവിച്ചു. അതെ, നീ സുവാർജയിലെ ശീലിച്ചോണ്ട് നാളെ മുതൽ ട്യൂഷൻ കൊണ്ട് ചോദിച്ചതാ. അവന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾ ആരെയും തപ്പണ്ട. പിന്നെ മത്സരം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഉടൻ വീണ പ്രശാന്തിനെ അന്വേഷിച്ചിറങ്ങിത്തിരിക്കും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. മാത്രമല്ല പ്രശാന്തിനെ പുതിയ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുകയും വേണം. അല്ല, അതിന് അരവിന്ദൻ എവിടെ? പുറത്തു പോകാന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിയതാ, പിന്നെ കണ്ടില്ല. ഇവൻ ഇത് എവിടെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? ഇതെങ്ങോട്ടാ അരവിന്ദാ? ഇങ്ങോട്ട് തന്നെ. എന്തിന് ഇവിടെ ഇരിക്കണം? വീണ നിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. നീ വല്ല ക്യാൻറ്റീനിലോ വരാന്തയിലോ വായ നോക്കിയെന്ന ഒരു വെയിറ്റ് ഉണ്ടാവില്ല. ബുദ്ധിയുള്ള പെൺകുട്ടികൾക്കൊക്കെ ബുദ്ധിജീവികളെ ഇഷ്ടമെന്നാ അപ്പേട്ടൻ പറയുന്നേ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നൊരു ഭാവാഭിനയം കാഴ്ചവെച്ചോ. ബുദ്ധിയുണ്ടെന്ന് നടിച്ചോ. സത്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പോടാന്നാ. ആ പെണ്ണ് ആദ്യമായിട്ട് സംസാരിക്കാൻ വരുമ്പോ തന്നെ നിന്റെ നാവ് മുളച്ചോ അല്ലടാ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല, അവൾ എന്നോട് സംസാരിക്കുന്ന ഉറപ്പാണേ. ഞാൻ എന്താ മറുപടി പറയാ? പേട്ടന്റെ ഒരു കഷ്ടപ്പാടേ. നിനക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാ. ബൈഹാർട്ട് പഠിച്ചു വെച്ച് കാച്ചിക്കോ. അയ്യോ, ഇത് കുറേ ഉണ്ടല്ലോ. എന്നാ നീ മാറും. ബൈഹാർട്ട് പഠിച്ച് ഞാൻ പറഞ്ഞോ. അത് വേണ്ട. ഞാൻ അവിടെ ഉണ്ടാവേ. എനിക്കറിയാം കുട്ടി ഈസെ വിൻ ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം കുട്ടി ഈസെ വിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആഗ്രഹിച്ചതാണ്. എനിക്കറിയാം. ദൈവമേ, മറക്കല്ലേ. ടീച്ചർ ടെൻഷൻ കൺട്രോൾ. This is okay. This is A+. Excuse me. Yes. അല്ല, ഞാൻ നല്ല സിംഗർ അല്ല, ഡാൻസർ ആണെന്നൊക്കെ നോട്ടീസ് അടിച്ച ആള് കോമ്പറ്റീഷന്റെ റിസൾട്ട് അറിയാൻ നിന്ന് കണ്ടില്ല. അറിയണ്ടേ ആരെ ഇത്തവണ കോളേജ് ടീമിനെ ലീഡ് ചെയ്യാന്ന്? എനിക്കറിയാം കുട്ടി ഈസിയെ വിൻ ചെയ്തിട്ടുണ്ടാവും. റിയലി ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ലാതെയാണ് കുട്ടിയെ ടീം ലീഡർ ആക്കിയിരുന്നെങ്കിൽ 1 or 2 പേരെങ്കിലും മനസ്സിലെങ്കിലും പറഞ്ഞേനെ, ഇതിലും കഴിവുള്ള കുട്ടികൾ ഈ ക്യാമ്പസിലുണ്ടല്ലോ, അപ്പോൾ ഇത് ചാനലിന്റെ കെയർ ഓഫ് എന്നൊക്കെ. പക്ഷെ ഇനി ആർക്കും അങ്ങനെ ഒരു കമന്റും പറയാനാവില്ലല്ലോ. യു ഹാവ് ഡൺ ഇറ്റ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഇന്റർ കോളേജ് കോമ്പറ്റീഷനിലും താൻ തന്നെ ജയിക്കും. ഓൾ ദി ബെസ്റ്റ്. ആ വീണ, ചാനൽ പ്രോഗ്രാമിൻ്റെ 3rd റൗണ്ടിൽ താൻ പാടിയ പാട്ടില്ലേ, ONVയുടെയും ദേവരാജൻ മാഷുടെയും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. കൊടുകൈ. ഇപ്പൊ ഇത് ഓക്കെ. നീ കൊളമാക്കുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ വരെ ഓക്കെ. ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്ന്. ഇംഗ്ലീഷേ, ഗ്രാമർ സാരല്ല, ഞാൻ വൈകുന്നേരം ട്യൂഷൻ എടുത്തോളാം. ഗ്രാമറേ ഇംപ്രൂവ് ചെയ്യണം. ഈ പിള്ളേരൊന്നും ഗ്രാമർ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ നമ്മുടെ ഗ്രാമർ ശരിയാക്കാൻ നമ്മുടെ സാറ്. ഇന്ന് വീണ ആകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. മാത്രമല്ല പ്രശാന്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ലല്ലോ ധരിച്ചിരുന്നത് ഈശ്വര എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം. വീണേ നമുക്ക് ഇനിയും ഞെട്ടിക്കണം. അപ്പൊ നീ ഒരു കാര്യം, കുറച്ച് ഏറുപടക്കം എടുത്ത് വിമൻസ് ഹോസ്റ്റലിന്റെ മതിലെറിഞ്ഞ് പൊട്ടിച്ചാൽ അതൊന്നും അല്ല. ഇനി വീണയ്ക്ക് തോന്നണം ഞാൻ അറിഞ്ഞതിനപ്പുറമാണ് പ്രശാന്ത്. നില്ല. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്നെ പോലൊരു പയ്യൽ നിന്നും അവൾ അതൊരിക്കലും പ്രതീക്ഷിക്കില്ല.
നീ അവളുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കണം. അപ്പേട്ടാ കോച്ചിങ് അവൻ നിർത്തരുത് കേട്ടോ. എന്തേ? പൊര നിറഞ്ഞു നിൽക്കുന്ന ഒരു പയ്യൻ ഇനി ബാക്കിയുണ്ടേ. നീ പൊര നിറഞ്ഞു നിൽക്കല്ല മോനെ, ഈ നാട് നിറഞ്ഞു നിൽക്കല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയ, എന്റെ റെക്കോർഡ് ബുക്ക് കാണുന്നില്ല. വീണ, എക്സ്ക്യൂസ് മീ. അയ്യോ, ഇതെവിടുന്നാ കിട്ടിയേ? ചോദിച്ചു കേട്ടില്ലേ, ഇതെവിടുന്നാ കിട്ടിയേ? അല്ല, അത് അതിന് എന്താ? കൊളവാക്കോ അവന് കാണട്ടോ നമ്മളെ. അല്ല, സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഈ കുട്ടിക്ക് ഇത്ര ശ്രദ്ധയുള്ളൂന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് ഇങ്ങനെ വലിച്ചെറിയൂ. ലൈബ്രറിയുടെ ഒരു മൂലക്കിൽ നിന്നും ഇത് എനിക്ക് തന്നെ കിട്ടിയത് മഹാഭാഗ്യം. അതിന് ഞാനിന്ന് ലൈബ്രറി പോയില്ലല്ലോ. അപ്പൊ പുസ്തകം സ്വയം നടന്ന ലൈബ്രറി പോയതായിരിക്കും. അതെങ്ങനെയാ? സ്റ്റാർ സിംഗറിന്റെ ഇമേജിലല്ലേ നടപ്പ്. പഠിക്കണമെന്നൊരു വിചാരം അതില്ലല്ലോ. കഷ്ടം. ഒരു ഫയല് കളഞ്ഞു കിട്ടിയേനെ, ഇത്ര ചാട വേണ്ട. ഇയാള് വീണയുടെ പുസ്തകം മാത്രമേ എടുത്ത് കൊടുക്കുള്ളൂ, ബാക്കിയുള്ളവരുടെ പുസ്തകം മിസ് ചെയ്യാൻ റെഡിയാണേ. അപ്പേട്ടാ, അപ്പേട്ടന്റെ വാക്ക് കേൾക്കാൻ പോയി എനിക്ക് ഇത് തന്നെ വേണം. അവള് മാത്രല്ല, അവളുടെ ഫ്രണ്ട്സും എന്നെ വൃത്തിയായി കളിയാക്കി. കളിയാക്കിയോ? അത് പബ്ലിക് ആയിട്ടുള്ള റെസ്പോൺസ്. ഇനി നീ നിന്റെ മൊബൈൽ എടുത്ത് നോക്ക്, അതിൽ അവളുടെ മനസ്സിന്റെ റെസ്പോൺസ് കാണും. ഷുവർ. ഡോണ്ട് സ്കോൾ മീ ഇൻ പബ്ലിക്, എസ്പെഷ്യലി യു. എന്നെ പബ്ലിക്കായി ചീത്ത പറയരുത്, പ്രത്യേകിച്ച് നീ. കിട്ടിയോ? ഏറ്റവും ഓ, സമ്മതിച്ചിരിക്കുന്നു ഗുരു. ഏയ്, വികാരാധീനാവരുത്. ഇത് വെറും ഒരു മെസ്സേജ്. ഇതിന്റെ പിന്നിൽ നീ എന്തെല്ലാം വരാൻ കിടക്കും. അങ്ങനെ അവർക്ക് SN കോളേജുകാർ ചെയ്തു, പല പാരൽ കോളേജുകാർ ഇവിടെ ചെയ്തു. എന്തിന്? സെന്റ് തെരേസാസ് വരെ കയറി ചെയ്തു. എന്തോന്ന്? അല്ല, ഈ ക്യാമ്പസ് ഫിലിമേ. അപ്പൊ നമുക്ക് മാത്രം ഈ ഏർപ്പാടിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് കോളേജ് യൂണിയൻ യുനാനിമസ് ആയിട്ടൊരു തീരുമാനം എടുത്തു, ഒരു ക്യാമ്പസ് ഫിലിം ചെയ്യാം. നടക്കട്ടെ, നല്ല കാര്യമില്ലേ? അല്ല, ഈ ക്യാമറ വർക്കും ഡയറക്ഷനും നമ്മുടെ പിള്ളേർക്ക് പരിചയമില്ല. അതുകൊണ്ട് അതിനുള്ള ആൾക്കാരെ പുറത്തുനിന്ന് സംഘടിപ്പിച്ചു. പിന്നെയുള്ള സാങ്കേതിക വിദഗ്ധരും അഭിനേതാക്കളും ഒക്കെ നമ്മുടെ പിള്ളേർ തന്നെ. അത് വളരെ നല്ല കാര്യം. ആരാ ഡയറക്ടർ? ഡയറക്ടർ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ സുരഞ്ജിതം വെഞ്ചാമരം. സുരഞ്ജിതം വെഞ്ചാമരം? ഇവനെന്താ വല്ല ആനക്കാരനോ? ഓരോരോ തൂലികാനാമങ്ങളെ. നായകൻ സെക്കൻഡ് DC എക്കണോമിക്സിലെ സുമൻ കുമാർ. ആ, സുമൻ കലക്കും. കഴിഞ്ഞ ആഴ്ച ടൗൺ ഹാളിൽ ഇറങ്ങിയ കാന്താര ഖഡ്ഗം എന്ന നാടകത്തില് അവന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. അപാരം. അവനൊരു ഭാവി വാഗ്ദാനമാണ്. പല സിനിമാ സംവിധായകരും അവനെ ഇപ്പൊ തന്നെ നോട്ടിട്ട് കഴിഞ്ഞെന്നാണ് കേൾവി. അപ്പൊ ഹീറോയിനോ? കൺട്രോൾ. നമ്മുടെ സ്റ്റാർ സിംഗർ ബ്യൂട്ടി ഫസ്റ്റ് DCയിലെ വീണ രാമകൃഷ്ണൻ. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രൊഡ്യൂസേഴ്സോ? അതാരാ? നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? യൂണിയൻ ഫണ്ട് ഉപയോഗിച്ചല്ലേ? ഈ യൂണിയൻ ഫണ്ട് ആരാ തരുന്നത്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പൊ ഇവരെല്ലാരും പ്രൊഡ്യൂസേഴ്സ് ആണ്. വിട്ടോ പ്രൊഡ്യൂസേഴ്സിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വിവരം അറിയിക്കാം. ചെല്ലു. പേടന്റെ ഓരോരോ. അപ്പം സുരഞ്ജിതൻ വെഞ്ചാ